ജോഷുവ അധ്യായം 13. ദേശവിഭജനം. ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും, കാനാർക്കുള്ളതെന്നും കരുതപ്പെടുന്നതും, ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും, ഫിലിസ്ത്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും, തെക്ക് ആവീം ദേശവും കാനാൻ ദേശവും, സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും, ഗാബല്യരുടെ ദേശവും, ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെയും, ലബനോനും മിസ്ഹോസ്മായിമിനും ലബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. യോർദാന് കിഴക്ക് റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. യോർദാൻ നദിയുടെ കിഴക്കുവശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവർ മുതൽ മെദാവ സമതലം ഉൾപ്പെടെ ദീബോൻ വരെയും, ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോര്യരുടെ അതിർത്തികൾ വരെയും, ഗിലെയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്കെ വരെയുള്ള ബാഷാനും, എത്രയിലും അസ്തരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മക്കാത്യരെയോ തുരത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബൻ്റെ ഓഹരി. റൂബൻ്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും, അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള ആരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും, ദിബോനും ബാമോത്ത് ബാലും ബെത്ബാൽ മെയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാത്തിയാമും സിബായും, സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷഹാറും ബെത് പെയോറും പിസ്ഗ ചെരുവുകളും ബേത്ജ ഷിമോത്തും, ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവൻ്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി, റേക്കം, സൂർ, ഹൂർ, റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിന് ഇരയാക്കിയവരുടെ കൂട്ടത്തിൽ ബെയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരമായിരുന്നു റൂബൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിൻ്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമമനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ: യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമോന്യരുടെ ദേശത്തിൻ്റെ പകുതി. അവരുടെ ദേശങ്ങൾ: യാസാർ, ഗിലെയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമോന്യരുടെ ദേശത്തിൻ്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പെയും ബെത്തോണിം വരെ, മഹ്നായിം മുതൽ ദബീറിൻ്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബെത്ത് ഹറാം, ബെത്ത് നിമ്ര, സുക്കോത്ത്, സഫോൺ, ഹെഷ്ബോൺ, രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിൻ്റെ താഴത്തെ അറ്റം വരെ യോർദാൻ്റെ കിഴക്കേ തീരമാണ് അതിൻ്റെ അതിർത്തി.
ഗാദ് ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസയുടെ ഓഹരി. മനാസയുടെ അർത്ഥഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹാനായിം മുതൽ ബാഷാൻ മുഴുവനും, ബാഷാൻ രാജാവായ ഓഗിൻ്റെ രാജ്യം മുഴുവനും, ബാഷാനിലുള്ള ജായറിൻ്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും, ഗിലിയാദിൻ്റെ പകുതിയും, അഷ്തരോത്ത്, എദ്രായി എന്നീ ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ചതാണിവ. ജെറീക്കോയുടെ കിഴക്ക് ജോർദാന് അക്കരെ മൊബാബ് സമതലത്തിൽ വെച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. അധ്യായം 14. ജോർദാന് പടിഞ്ഞാറ്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ 9 ഗോത്രത്തിനും അർത്ഥഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത് നറുക്കിട്ടാണ്. യോർദാന് മറുകരയിൽ 2 ഗോത്രങ്ങൾക്കും അർത്ഥഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. ജോസഫിൻ്റെ സന്തതികൾ മനാസെ, എഫ്രായിം എന്ന് 2 ഗോത്രങ്ങളായിരുന്നു. താമസിക്കുന്നതിനും പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകൾ മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു. കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലെബ് അവനോട് പറഞ്ഞു, കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദേശ് ബർണിയായിൽ വെച്ച് എന്താണ് അരുളി ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. കാദേശ് ബർണിയായിൽ നിന്നും ദേശം ഒറ്റുനോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നു. അന്ന് മോശ ശബ്ദം ചെയ്തു പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിൻചെന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും, പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്യമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നോടുകൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ജോഷുവ യെഫുന്നയുടെ മകനായ കാലെബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു. അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലെബിൻ്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ഹെബ്രോണിൻ്റെ പേര് പണ്ട് കിരിയാത്ത് അർബ എന്നായിരുന്നു. ഇത് അനാക്യമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടായി. അധ്യായം 15. യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബീമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാദേശ് ബർണയായുടെ തെക്കുഭാഗത്തു കൂടി ഹെസ്രോണിലൂടെ ആദാറിലെത്തി കൽക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. യോർദാൻ നദിമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി യോർദാൻ നദിമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബെത്ത് ഹോഗ്ലായിലൂടെ പോയി ബെത്ത് അറാബായുടെ വടക്കുകൂടെ കടന്ന് റൂബൻ്റെ മകൻ ബോഹാൻ്റെ ശില വരെ പോകുന്നു.
തുടർന്ന് ആഹോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അതുമ്മീം കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻഡോഗാലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസ്യ മലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൽ ഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്തു വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോബ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യയാറീമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമഭാഗത്തു കൂടി കടന്ന് സെയിർ മലയിലെത്തി യയാറീം മലയുടെ കെസലോണിൻ്റെ വടക്കു ഭാഗത്തു കൂടെ കടന്ന് ബേത്ത്ശെബയിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്രോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യബ്നോനിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിനുള്ള ചുറ്റുമുള്ള അതിർത്തിയാണിത്. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിനു ചുറ്റുമുള്ള അതിർത്തിയാണിത്. യോശുവയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യെഫുന്നെയുടെ മകനായ കാലെബിന് യൂദാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെബ്രോൻ കൊടുത്തു. അനാക്കിൻ്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലെബ് അനാക്കിൻ്റെ സന്തതികളായ ഷെഷായി, അഹിമാൻ, സൽമായി എന്നിവരെ തുരത്തി. അവിടെ നിന്ന് കാലെബ് അനാക്കിൻ്റെ സന്തതികളായ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിൻ്റെ പഴയ പേര് കിരിയാസേഫർ എന്നായിരുന്നു. കാലെബ് പറഞ്ഞു, കിരിയാസേഫർ പിടിച്ചെടുക്കുന്നവന് എൻ്റെ മകൾ അക്സിയെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലെബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒദ്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സിയെ കാലെബ് ഭാര്യയായി നൽകി. അവൾ അടുത്ത് ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലെബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നെഗേബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവുകൾ തരണം. കാലെബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏദോം അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്സേൽ, ഏദർ, യാഹൂർ, കീന, തിമോന, അദാദ, കേദേശ്, ഹാസോർ, ഇത്നാൻ, സിഫ്, സേലം, ബെയോലോത്ത്, ഹാസോർ ഹദാത്ത, കൊരിയോത്ത്, ഹെസ്രോൺ, ഹാസോർ, അമ, ഷേമ, മൊളാദ, ഹസാർഗാദ്, ഹെഷ്മോൺ, ബെത്പെലോത്ത്, ഹാസ ഷുവാൽ, ബഷേബ, ബിസിയോദിയ, ബാല, ഈയം, എസേം, എൽത്തലോത്ത്, എൽത്തോലാദ്, കെസിൽ, ഹോർമ, സിക്ലാഗ്, മത്മന്ന, സാൻസന, ലെവോബോത്ത്, ഷിൽക്കീം, ഐൻ, റിമ്മോൻ, അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അധ്യായം 16. എഫ്രായിമിൻ്റെ ഓഹരി. ജോസഫിൻ്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി ജെറിക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബെഥേനിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്യരുടെ പ്രദേശമായ അത്തറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ബെത്ത് ഹൊറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസേക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിൻ്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി മുകളിലത്തെ ബെത്ത് ഹൊറോൺ വരെയുള്ള അത്തറോത്ത് ആധാറായിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക്മെത്താത്ത, കിഴക്കേ അതിർത്തി താനാത്ത് ഷീനോ വളഞ്ഞ് കിഴക്കുവാനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്തറോത്തിലും നാറയിലും എത്തി ജെറിക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു.
വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസേ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ താമസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്തു വസിക്കുന്നു.